അനുമോദന ചടങ്ങിനിടെ മുൻമന്ത്രി കെ.ടി. ജലീൽ കുട്ടികളെ വേദിയിലേക്ക് വിളിച്ചുവരുത്തി അപമാനിച്ചെന്ന പരാതിയിൽ കുറ്റം തെളിഞ്ഞാൽ നടപടി ഉണ്ടാകുമെന്ന് ബാലാവകാശ കമ്മീഷൻ. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ കമ്മീഷന് റിപ്പോർട്ട് നൽകും. കുട്ടികളുടെ മൊഴി അനുസരിച്ചായിരിക്കും തുടർ നടപടിയെന്നും ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ.വി. മനോജ് കുമാർ വ്യക്തമാക്കി. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ കേസെടുത്തത്. അതിൽ കുട്ടികൾക്ക് അപമാനം ഉണ്ടായോ എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ അത് പരിശോധിക്കുക. റിപ്പോർട്ട് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് അടിയന്തരമായിട്ട് സമർപ്പിക്കും. ആ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. കുട്ടികൾ അങ്ങനെ അവർക്കൊരു പരാതി ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ നടപടി സ്വീകരിക്കാം. അതിനകത്ത് കുട്ടികൾക്ക് പരാതിയൊന്നുമില്ലെങ്കിൽ, കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രയാസം നേരിട്ടിട്ടില്ല എന്നവർ പറയുകയാണെങ്കിൽ നമുക്ക് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് സ്വാഭാവികമായ തടസ്സമുണ്ടല്ലോ. അരുൺ പൂപ്പറമ്പ് ചേരുന്നു. അരുൺ, താൻ മുൻകൂർ ജാമ്യത്തിനൊന്നും പോകുന്നില്ല എന്നുള്ളത് കെ.ടി. ജലീൽ പറഞ്ഞിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷൻ എന്തായാലും തുടർ നടപടികളുമായി ഇങ്ങനെ പോകും. പക്ഷേ കുട്ടികളുടെ മൊഴി അതാണ് പ്രധാനപ്പെട്ടത്. റോഷ്നി, അത് തന്നെയാണ്. കുട്ടികളുടെ മൊഴിയായിരിക്കും ഇതിൽ ഏറെ നിർണായകമാവുക. നിലവിൽ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ബാലാവകാശ കമ്മീഷൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ കൂടുതൽ അന്വേഷണം വേണം എന്നതാണ് കമ്മീഷൻ ചെയർപേഴ്സണായിട്ടുള്ള കെ.വി. മനോജ് കുമാർ പറയുന്നത്. അതിന്റെ ഭാഗമായി ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി ഉണ്ടാവുക. അന്വേഷണത്തിന്റെ ഭാഗമായി ഈ കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തും. കുട്ടികൾ തങ്ങൾക്ക് അപമാനം നേരിട്ടിട്ടുണ്ട്, തങ്ങൾക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് മൊഴി നൽകുന്നതെങ്കിൽ അതിൽ തുടർ നടപടി അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി ഉണ്ടാവുക. അല്ല, കുട്ടികൾ ഇന്നലെ നടത്തിയ ഇതിനു ശേഷം ഒരു പ്രതികരണം നടത്തിയിരുന്നു, ആ നിലയിലുള്ള ഒരു അപമാനം നേരിട്ടിട്ടില്ല, അങ്ങനെ ഒരു പ്രയാസം കുട്ടികൾ പങ്കുവച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർക്കും മൊഴി നൽകുന്നതെങ്കിൽ സ്വാഭാവികമായും ഇതിൽ തുടർ നടപടിക്കുള്ള സാധ്യത ഇല്ല എന്നതാണ് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ എന്തായാലും വ്യക്തമാക്കിയിട്ടുള്ളത്. റോഷി സൂചിപ്പിച്ചതുപോലെ കുട്ടികൾ എന്താണ് മൊഴി നൽകുന്നത്, അവർക്ക് അപമാനം നേരിട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിൽ തുടർ നടപടി ഉണ്ടാകും എന്നാണ് ബാലാവകാശ കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ശരി, അരുൺ പൂപ്പറമ്പ് ചേരുന്നു. അപ്പോൾ ഇനി കുട്ടികൾ എന്താണ് പറയാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്നറിയാം.